വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ NCERT എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത് 13th പ്രോബ്ലം ആണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ PT ഫേസ് ഡയഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ക്യാൻ ദ സോളിഡ്, ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കോഎക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നോക്കിയിട്ട് സോളിഡും ലിക്വിഡും വേപ്പറും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണ്? നമുക്കറിയാം ഈ സബ്ലിമേഷൻ കർവ്, ഫ്യൂഷൻ കർവ്, അതുപോലെ തന്നെ വേപ്പറൈസേഷൻ കർവ്, ഇതെല്ലാം കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനാണ് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയാം. ഈ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ മൂന്ന് ഫേസും കോഎക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അതാണ് ഈ പോയിന്റ് ആണത്. സോ അവിടുത്തെ കറസ്പോണ്ടിങ് പ്രഷറും ടെമ്പറേച്ചറും പറഞ്ഞാൽ മതി. സോ നമുക്ക് ആ പോയിന്റ് ടെമ്പറേച്ചർ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും 56.6 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും, അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ -56.6 ഡിഗ്രി സെൽഷ്യസും കറസ്പോണ്ടിങ് പ്രഷർ 5.11 atm ആണെന്ന് നമുക്ക് ഗ്രാഫിന്റെ അതിന് മനസ്സിലാവും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് ഡിക്രീസ് ഓഫ് പ്രഷർ ഓൺ ഫ്യൂഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ്? ഇപ്പൊ പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ ഈ ഫ്യൂഷൻ പോയിന്റും ബോയിലിംഗ് പോയിന്റിനും എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇൻ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നതും, ഇപ്പം പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ ഫ്യൂഷൻ പോയിന്റും ബോയിലിംഗ് പോയിന്റും രണ്ടും കുറയും. ഓക്കെ, സോ ബോത്ത് ഓഫ് ദം ഡിക്രീസസ്. പ്രഷർ കുറയുവാണെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ഇതിന്റെയൊക്കെ തിയറി കണ്ടതാണ്, എന്താണെന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് ടു ദ വീഡിയോസ് ആൻഡ് സീ. അപ്പം എന്താണ്, അത് ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ ഫ്യൂഷൻ പോയിന്റും ഡിക്രീസ് ചെയ്യും. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ CO2? കാർബൺ ഡയോക്സൈഡിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? വാട്ട് ഇസ് ദർ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ നോട്ട് ഇൻ ടെസ്റ്റ് TC എന്ന് പറയുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മേലെയായിട്ട് ആ ഗ്യാസിനെ ഒരിക്കലും ലിക്വിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രഷർ, ഇത് TC എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ മുകളിലേക്ക് പ്രഷർ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഗ്യാസിനെ പിന്നെ ലിക്വിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പം ഇപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ ഈ പർട്ടിക്കുലർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് മേലേക്ക് ഈ ഗ്യാസ് ഒരിക്കലും പ്രഷർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ആർ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ CO2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്തുന്നത് അതായത് ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ കർവിന്റെ ഇടയിലായിട്ട് എന്താ ഉള്ളത്, ലൈക്ക് ഇത് നമ്മുടെ ഇതെന്ന് പറയുന്നത് ലിക്വിഡും സോളിഡും എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൻ ആണ്. ഇതെന്ന് പറയുന്നത് ലിക്വിഡും വേപ്പറും കൂടി കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഫേസ് ആണ്. അപ്പം ഈ കർവിന്റെ അകത്ത് നമുക്കറിയാം മാക്സിമം ലിക്വിഡിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോയിന്റ് വരെ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രഷറും കറസ്പോണ്ടിങ് ടെമ്പറേച്ചറും നോക്കുക. അതായിരിക്കും എന്താണ് മാക്സിമം ടെമ്പറേച്ചർ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ അതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. ഗ്രാഫ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 31.1 ഡിഗ്രി സെൽഷ്യസും, അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ പ്രഷർ എന്ന് പറയുന്നതാണ് 73 atm. അപ്പൊ അത് നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ടെമ്പറേച്ചറിന് മുകളിലേക്ക് എന്താണ് ഒരിക്കലും കാർബൺ ഡയോക്സൈഡിനെ ലിക്വിഫൈ ചെയ്യാൻ സാധിക്കില്ല പ്രഷറിനെ കൂട്ടി കൊടുത്താൽ. ഓക്കെ, ഇനി CO2 സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് അറ്റ് -70 ഡിഗ്രി സെൽഷ്യസ് under 1 atm. ഇങ്ങനെ 3 കണ്ടീഷൻസ് തന്നിരിക്കുന്നു. ഇവിടെ എല്ലാം കാർബൺ ഡയോക്സൈഡ് ഏത് രൂപത്തിലാണ്, വെദർ ഇറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ -70 ഡിഗ്രി സെൽഷ്യസ് under 180. ഇപ്പൊ -70 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കുമല്ലോ. അപ്പം ആൻഡ് 180 താഴെ. അപ്പൊ 180 താഴെ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഏതോ ഒരു പോർഷൻ ആയിരിക്കാം. അപ്പൊ നമുക്കറിയാം 180 താഴെയും -70 ഡിഗ്രി സെൽഷ്യസും under 180. അപ്പോൾ മോസ്റ്റ്ലി -70 ഡിഗ്രി -70 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് -78 ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ആൻഡ് under 180 താഴെ. അപ്പം ഇപ്പൊ ഈ പോർഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ആരായിട്ടാണ്, വേപ്പർ ആയിട്ടാണ്. സോ ഈ പോർഷനിൽ കാർബൺ ഡയോക്സൈഡ് വേപ്പർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കുക,
നെക്സ്റ്റ് എന്താന്ന് നോക്കുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഓരോന്നും നമുക്ക് നോക്കിയാൽ മതി. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് -60°C അണ്ടർ 1080. -60°C എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഇവിടെയാണെന്ന് വിചാരിക്കാം. അതാണ് ടെമ്പറേച്ചർ. അണ്ടർ 1080 എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഇപ്പം ഇതാണ് 10 എങ്കിൽ ഇതിന്റെ താഴെ ഇവിടെ ഒരു പോയിന്റ് ആണ്, ഏകദേശം ഇവിടെ ആയിരിക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ എന്തായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻ ദ സോളിഡ് റീജിയൻ. ഈ ഗ്രാഫ് എവിടെയാണ് ആ റീജിയൻ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. 15°C അണ്ടർ 5680. 15°C എന്ന് പറയുമ്പോൾ ഏതാണ്? ഏകദേശം ഇവിടെ ഇതാണ് 15°C. ആൻഡ് 80 എന്ന് പറയുന്നത് 5680 താഴെയായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ഏകദേശം 5680 15°C. നോട്ട് ദാറ്റ് പോയിന്റ്. ഏകദേശം 15 എന്ന് പറയുമ്പോൾ എന്താണ്? ഏകദേശം ഇവിടെ വല്ലതായിരിക്കും 15 ആൻഡ് 56 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. 15 അത് ഒന്നും ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ 15°C നിങ്ങൾ എക്സ് ആക്സിസിലും 56, അതായത് 15, 56 ഇപ്പം ഓരോന്നിനും ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം എക്സ് വൈ എന്നുള്ളതാണെങ്കിൽ എക്സ് ആക്സിസിലെ 15, വൈ ആക്സിസിൽ 56. ആ പോയിന്റ് ഏത് റീജിയനിൽ കിടക്കും? ലിക്വിഡ് ആണോ, സോളിഡ് ആണോ, ഗ്യാസ് ആണോ? അത് എവിടെയാണെന്ന് വെച്ചാൽ അത്. ഇപ്പൊ 15, 56 നമ്മൾ മാർക്കിന് ഏകദേശം ഇവിടെ വരും. അപ്പൊ ഇവിടെ എന്താണ്? ഓൾറെഡി ആ റീജിയൻ ലിക്വിഡ് ആണ്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ -70 അണ്ടർ 180 എന്ന് പറയുമ്പോൾ -71 ഈ പോയിന്റ് എവിടെയാ കിടക്കുന്നതെന്ന് നോക്കിയാൽ മതി. അല്ല -60 അണ്ടർ 10 മീൻസ് -16, 10 കൂടെ എടുത്ത് അത് ഏത് റീജിയനിലാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എത്രയാണ് എഴുതിയാൽ മതി. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ പ്രഷർ ടെമ്പറേച്ചർ ഫേസ് ഡയഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇവിടെയും അതുപോലെ തന്നെ ഇത് ഫേസ് ഡയഗ്രാം വെച്ച് തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് at 180 pressure and temperature 60°C is compressed isothermally. Does it go through a liquid phase? Okay, so carbon dioxide at 180 pressure and temperature. Carbon dioxide is at 180 pressure and temperature 60°C. Carbon dioxide pressure 180 temperature 60°C. അത് ഐസോതെർമലി കംപ്രസീവ് ആണ്. ഐസോതെർമലി മീൻസ് അതിന്റെ ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ലാതെ, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതെ അത് കംപ്രസീവ് ആണ്. ഡസ് ഇറ്റ് ഗോ ത്രൂ ദ ലിക്വിഡ് ഫേസ്? അത് ലിക്വിഡ് ഫേസിൽ പോകുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് റീജിയൻ ഒന്നും കണ്ടുപിടിക്കേണ്ട, അത് പേപ്പറിൽ ഇരിക്കുകയാണ്, ലിക്വിഡ് ഫേസിലേക്ക് പോകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്? അത് പോകത്തില്ല. ഇറ്റ് വിൽ ജസ്റ്റ് ഇറ്റ് വിൽ കണ്ടൻസ് ടു സോളിഡ് ഡയറക്ട്ലി. ഓക്കെ, ബിക്കോസ് അതിനെ കംപ്രസ് ചെയ്യുവാണ് നമ്മൾ. ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിനെന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബിക്കോസ് നോക്കുക, ഇപ്പൊ 180 60°C റീജിയൻ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. സോ 180 60°C എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് 180 ഇപ്പൊ 60 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആണെങ്കിൽ ഇറ്റ് ഈസ് ദയർ ഇൻ ദിസ് റീജിയൻ. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ റീജിയനിലായിരിക്കും അത് വരിക. അത് സോളിഡ് വേപ്പർ ഇന്റർഫേസിന്റെ ആ റീജിയനിലായിരിക്കും ഇത് വരുന്നത്. ഈ ഒരു പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പം സോളിഡ് വേപ്പർ ഇന്റർഫേസിന്റെ ആ ഒരു റീജിയൻ ആണ് അത് പർട്ടിക്കുലർലി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവിടെ ലിക്വിഡ് എന്ന് പറയുന്ന റീജിയൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഗ്രാഫ് വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഗ്രാഫ് കണ്ടുപിടിക്കുന്നത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു, പക്ഷെ ഗ്രാഫ് കണ്ടുപിടിക്കും. നമ്മളപ്പം ആ 180 പ്രശ്നം 60°C എടുക്കുകയാണെങ്കിൽ അത് കംപ്രൈസ്ഡ് റീജിയൻ എന്ന് പറഞ്ഞ ഈ ഒരു സബ്ലിമേഷൻ കർവിന്റെ അകത്തായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ലിക്വിഡ് ഫേസ് ഇല്ല. സോ ഇതിന്റെ അർത്ഥം, does it go through a liquid phase? No, it will condense to solid directly. അങ്ങനെ കംപ്രസ് ചെയ്യുവാണെങ്കിൽ അത് സോൾഡ് ആവുകയുള്ളൂ. നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഹാപ്പൻസ് വെൻ കാർബൺ ഡയോക്സൈഡ് at 418 pressure is cooled from room temperature at constant pressure? Okay, what happens when CO2 at 418 pressure is cooled from room temperature at constant pressure? അപ്പം 418 room temperature. Okay, 418 and room temperature means ഈ ഒരു എന്താണ് 418 it's cooled from room temperature. What happens when carbon dioxide 480? അത് 480 അത് 418 പ്രഷറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റൂം കോൺസ്റ്റന്റ് പ്രഷറിൽ കൂൾ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ സ്ഥലത്ത്
ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ലിക്വിഡ് ഫേസിൽ പോവാതെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് കണ്ടൻസ് ചെയ്ത് സോൾഡ് ആവും. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു റീജിയൻ തന്നെയാണ് 480 താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു നമ്മുടെ സബ്ലിമേഷൻ കർവിന്റെ സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അത് സോൾഡ് ആവും ഡയറക്ട്ലി വിത്തൗട്ട് പാസിംഗ് ത്രൂ ദ ലിക്വിഡ് ഫേസ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇറ്റ് കണ്ടൻസ് ടു സോളിഡ് ഡയറക്ട്ലി. ഏത് റീജിയൻ ആണെന്ന് നോക്കിയാൽ മതി. ആ റീജിയൻ അനുസരിച്ച് ആ റീജിയനിൽ എന്തായാലും ഒരു പർട്ടിക്കുലർ റീജിയൻ ആണെങ്കിൽ മൂന്നാമത്തെ അളവുകൾ ഉണ്ടാവില്ല. അപ്പം അതിന് ഡയറക്റ്റ് ആയിട്ട് ആ ട്രാൻസ്മിഷൻ നടക്കുന്നു എന്ന് എഴുതിയാൽ മതി. സോ ദിസ് വിൽ condense to solid directly without passing the liquid phase. Without passing the liquid phase. Okay. And next നോക്കാം, describe qualitatively the changes in given mass of solid carbon dioxide at 10 atm pressure and temperature minus 65 degrees Celsius as it is heated up to room temperature at constant pressure. 10 atm പ്രഷറിലും -65 ഡിഗ്രി സെൽഷ്യസിലും ഉള്ള ആ സോളിഡിനെ ഹീറ്റപ്പ് ചെയ്യിക്കുമ്പോൾ അതിനെന്താ സംഭവിക്കുക എന്നുള്ളതാണ്. 10 atm -65 ഡിഗ്രി സെൽഷ്യസ്. അതിനുശേഷം ഈ ഒരു ഇതിവിടെ വരുന്നത് നമ്മളുടെ ഫ്യൂഷൻ കർവിന്റെ ഭാഗത്തായിരിക്കും ഇത് വരിക. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ കർവിന്റെ ഈ ഒരു ഭാഗത്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ സോൾഡും ലിക്വിഡും ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സോൾഡിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് സോളിഡ് വിൽ ടേൺസ് ടു ദ ലിക്വിഡ് ഫേസ്. അത് ലിക്വിഡ് ഫേസിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ അതിനെ ഹീറ്റപ്പ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. ഹീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അത് ലിക്വിഡ് ഫേസിൽ എത്തും. അത് കഴിഞ്ഞ് പിന്നെയും ഹീറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ട്രാൻസ്ഫർ ടു ദ വേപ്പർ ഫേസ്. അപ്പൊ അതിന് ആ ഒരു ട്രാൻസിഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്തുള്ളത് ഇപ്പൊ ഇതാണ് ഓക്കെ, ഇപ്പം ഇതാണ് 10 atm എങ്കിൽ ഇവിടേക്ക് നമ്മളിങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്യൂഷൻ കർവും, ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ വേപ്പറൈസേഷൻ കർവും. അപ്പൊ ആ ഫ്യൂഷൻ പോയിന്റിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഫ്യൂഷൻ പോയിന്റ്. That will be the fusion point and the other one ഇതെന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരു 10 atm പ്രഷറിൽ -65 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ടെമ്പറേച്ചറിലുള്ള സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇത് ലിക്വിഡ് ആവും, പിന്നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ ദ വേപ്പർ ഫേസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഫ്യൂഷൻ എവിടെയാണ് ആ ട്രാൻസിഷൻ നടക്കുന്നത്, സോളിഡ് ടു ലിക്വിഡ് ആവുന്നതിന് ഫ്യൂഷൻ പോയിന്റ് വേണം. അപ്പൊ അത് നമുക്ക് 10 atm നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചാൽ അത് കട്ട് ചെയ്യും. ഫ്യൂഷൻ കർവിനെ കട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കും ഫ്യൂഷൻ പോയിന്റ്. അവിടെ ആയിരിക്കും ആ പർട്ടിക്കുലർ ട്രാൻസിഷൻ ടു ലിക്വിഡ് സംഭവിക്കാം. ഇനി ഈ വേപ്പറൈസേഷൻ കർവിനെ 10 atm വരുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആയിരിക്കും ഇതിന്റെ ബോയിലിംഗ് പോയിന്റ്. അവിടെ ആയിരിക്കും അത് വേപ്പർ ആവുന്ന ടെമ്പറേച്ചർ. ഓക്കെ, വേപ്പർ ആവുന്ന പോയിന്റ് അത് നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. Next one, carbon dioxide is heated to temperature 70 degrees Celsius and compressed isothermally. What change in its properties do you expect to observe? So carbon dioxide heat ചെയ്തു 70 degree സെൽഷ്യസിലേക്ക്, എന്നിട്ട് അതിനെ കംപ്രസ് ചെയ്യുന്നു, ഐസോതെർമലി ഇതിനെ കംപ്രസ് ചെയ്യുന്നു. എന്തെല്ലാം നമുക്ക് എക്സിബിറ്റ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 70 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഈ വളരെ ഇപ്പുറത്തേക്ക് ഉള്ള ഒരു ടെമ്പറേച്ചർ 31 ആണ് മാക്സിമം. 31.1 എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതിന്റെ മുകളിലേക്ക് അതിന് ഒരിക്കലും ലിക്വിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അതാണ്. അപ്പം ഈ 70 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് അതിനെ ഒരിക്കലും ഇറ്റ് കാൺ ബി കൺവേർട്ടഡ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഇറ്റ് കാൺ ബി converted to liquid state as it is above as the temperature is above the critical temperature which is TC. ഒരു ലിക്വിഡ് ഫേസിലേക്ക് ഒരു ട്രാൻസിഷൻ അത് ഒരിക്കലും അതുകൊണ്ട് കാണിക്കത്തില്ല. പക്ഷെ അത് അങ്ങനെ കാണിക്കത്തില്ലെങ്കിലും അത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിന് പ്രഷർ കൂടുന്തോറും ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എന്നുള്ള ഒരു വ്യതിയാനം അതിൽ സംഭവിക്കുന്നുള്ളതേ ഉള്ളൂ. അത് ഇറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് വേപ്പർ സ്റ്റേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കാം.
A brass boiler has a base area of 0.15 meter square. ഒരു ബ്രാസ് ബോയിലറിന്റെ ബേസ് ഏരിയ ആണ് തന്നിരിക്കുന്നത്, അതിന്റെ തിക്നെസ്സും തന്നിട്ടുണ്ട്. It boils water at the rate of 6 kg per minute. അപ്പം അത് വെള്ളം ചൂടാക്കുന്ന റേറ്റ് ആണ്. അതിൽ വെള്ളം ചൂടാവുന്നത് ഈ ഒരു റേറ്റിലാണ്, 6 kg per minute. ഇത് 1 കിലോ വെള്ളം 1 മിനിറ്റിൽ ചൂടാവുന്നുണ്ട്. When placed on a gas stove. Estimate the temperature of the part of the flame in contact with the boiler. ആ ബോയിലറിന് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഭാഗത്തുള്ള ആ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലെയിം ടെമ്പറേച്ചർ, ബോയിലറിനോട് ചുറ്റിയിരിക്കുന്ന അടുത്തിരിക്കുന്ന ആ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ എത്രയാണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസും ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടറും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ബ്രാസിന്റെ ബോയിലർ ആണ്. മെറ്റീരിയൽ ബോയിലർ ഇസ് മെയ്ഡ് ഓഫ് ദ മെറ്റീരിയൽ ബ്രാസ്. അതാണ് വെള്ളം ചൂടാക്കുന്നത്. വെള്ളം ചൂടാക്കുന്നതിന്റെ റേറ്റ് ആണ് 6 kg per minute ആയിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം തീയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് ഹീറ്റ് പോകുന്നതാണ്. ദ മെത്തേഡ് ഈസ് കണ്ടക്ഷൻ ഹിയർ. അപ്പം ബ്രാസ് ബേസിൽ നിന്നും ബോയിലറിന്റെ ബ്രാസ് ബേസിൽ നിന്ന് വെള്ളത്തിലേക്ക് ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വയ കണ്ടക്ഷൻ. ഓക്കെ, അപ്പം എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് വെള്ളത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാമെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടക്ഷൻ വഴി അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ആ കിട്ടുന്ന ചൂടാണ് നമ്മുടെ വെള്ളത്തിനെ തിളപ്പിക്കുന്നത്. തിളയ്ക്കുന്ന റേറ്റ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്, 6 kg per minute. അത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഈ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഇപ്പൊ നമ്മുടെ amount of heat flowing into the water through conduction, through the process of conduction from brass boiler in conduction വഴിയാണ് ഈ വെള്ളം പോകുന്നത്. അതെന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ആണെന്ന് വെക്കുകയാണെങ്കിൽ അതിന്റെ ഫോർമുല നമുക്കറിയാം, KA into T2 KA delta T into T by L. ഈ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതിൻ്റെ അകത്തെ ഈ ഒരു T2 എന്ന് പറയുന്നത് നമ്മളുടെ ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ. T1 എന്ന് പറഞ്ഞ ഉള്ളിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ആണ്, ബോയിലിംഗ് വാട്ടറിന്റെ ടെമ്പറേച്ചർ ആണ്. ഇതിനകത്ത് T1 തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആൻഡ് നമ്മുടെ ടൈമിന്റെ റേറ്റ് തന്നിട്ടുണ്ട്, 6 kg per മിനിറ്റിലാണ് വെള്ളം ബോയിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം ഫോർ 1 minute എത്രമാത്രം ഹീറ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഫ്ലെയിമിൽ നിന്ന് അങ്ങോട്ടെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഓക്കെ, തിക്നെസ് ദാറ്റ് ഇസ് ദ ലെങ്ത് 1 centimeter എന്ന് തന്നിരിക്കുകയാണ്. 1 centimeter is 1 into 10⁻⁻2 meter. അപ്പം അതും നമുക്കുണ്ട്. പിന്നെ നമുക്ക് വേണ്ട എന്താണ് തെർമൽ, അത് ബ്രാസ് ബോയിലർ ആണ് ചൂട് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് വേണം, ദാറ്റ് ഇസ് K, which is given by this is 109. Okay, 109 എന്ന് തന്നിട്ടുണ്ട്. 109 joule per seconds per meter Kelvin. And then one more thing here we want, that is area. Base area already തന്നിട്ടുണ്ട്, 0.15 meter square. ഇപ്പൊ ഇതെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഇസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു K എന്ന് പറയുന്നത് 109 into A എന്ന് പറയുന്ന 0.15 into T2 കണ്ടുപിടിക്കണം, മൈനസ് ടെമ്പറേച്ചർ ഓഫ് ബോയിലിംഗ് വാട്ടർ എന്ന് പറയുന്നത് 100 degrees Celsius ആണ്. സോ 100 degrees Celsius into ടൈം എന്ന് പറയുന്ന 1 minute. ടൈം എന്ന് പറയുന്നത് 1 minute ആണ്. അതിന് നമുക്ക് 1 minute is equal to 60 seconds അല്ലേ. അപ്പൊ 60 secondsലേക്ക് ഇടാം. ബൈ ലെങ്ത് എന്ന് പറയുന്ന 10⁻⁻2. അപ്പൊ ഇത്രയാണ് അങ്ങോട്ട് ഫ്ലെയിം വെള്ളം ചൂടാക്കാൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ചൂട് വെച്ചിട്ടാണ് വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിളയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വേപ്പർ ആവുകയാണ്. ആ വേപ്പർ ആവുന്നതിന്റെ റേറ്റ് ആണ് 6 kg per minute ആണ് തന്നിരിക്കുന്നത്. അപ്പം വെള്ളം വേപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചറും എത്ര ഹീറ്റ് ആണോ വേണ്ട ആ ഹീറ്റും ഈ ഹീറ്റും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കുണ്ട്, M into L. സോ ഹീറ്റ് required for vaporization of water, വെള്ളം ആവിയാവുന്നതിന് വേണ്ട ചൂട് എന്ന് പറയുന്നതും vaporization of water എന്ന് പറയുന്നത് അതിനുള്ള എത്ര ചൂടാണോ that is supplied by this brass boiler, which is the
ഡെൽറ്റ ക്യൂ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എം ഇൻറ്റു എൽ. നമുക്ക് അതിന്റെ എക്സ്പ്രഷൻ അറിയാം. സോ ഇന്നത്തെ മാസ് എന്ന് പറഞ്ഞാൽ 6 kg. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് 2256 ഇൻറ്റു 10 ക്യൂബ്. സോ ഈ ഇക്വേഷനും കൂടി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്താണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ് 109 ഇൻറ്റു 0.15 ഇൻറ്റു T2 minus 100 into 60 divided by 10 power minus 2 is equal to 6 into 2256 into 10 cube. So this solve ചെയ്താൽ മതി. ഈ 10 power minus 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 109 0.15 അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡ് ബൈ ആവും. ഈ 10 power minus 2 അടിച്ചുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഈ 60 അപ്പുറത്തേക്ക് കൊണ്ട് ഡിവൈഡ് ബൈ 60 ആവും. എന്നിട്ട് ഈ 100 അപ്പുറത്തേക്ക് കൊണ്ട് പ്ലസ് 100 ആവും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി ആ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം എന്ന് പറഞ്ഞ് 238°C കിട്ടും. അപ്പം ഇതാണ് ബോയിലറുമായിട്ട് കോണ്ടാക്ട് ആയിരിക്കുന്ന ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ വൈ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മതി. എ ബോഡി വിത്ത് ലാർജ് റിഫ്ലക്ടിവിറ്റി ഇസ് എ പുവർ എമിറ്റർ. ലാർജ് റിഫ്ലക്ടിവിറ്റി ഉള്ള ബോഡി ഒരു പുവർ എമിറ്റർ ആയിരിക്കുന്നതാണ്. കാര്യം ബോഡിക്ക് ലാർജർ റിഫ്ലക്ടിവിറ്റി ഉള്ളതെല്ലാം അത് കൂടുതലും അത് റിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ, ലാർജ് റിഫ്ലക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം അത് ഒന്ന് അബ്സോർബ് ചെയ്യുന്നത് ഒരു കുറവായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പുവർ അബ്സോർബർ. അപ്പൊ അത് ഒരു റേഡിയേഷനും ലൈറ്റ് റേഡിയേഷൻസ് ഒന്നും തെർമൽ റേഡിയേഷൻസ് ഒന്നും അത് അബ്സോർബ് ചെയ്യുന്നില്ല. അബ്സോർബ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്, അബ്സോർബ് ചെയ്താലേ തിരിച്ച് എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹെൻസ് ദാറ്റ്സ് എ പുവർ എമിറ്റർ. അതുകൊണ്ടാണ് അത് അബ്സോർബ് ചെയ്യുന്നില്ല. അബ്സോർബർ അല്ലാത്തതുകൊണ്ടാണ് അത് ലാർജ് റിഫ്ലക്ടിവിറ്റി ഇറ്റ്സെൽഫ് മീൻസ് പുവർ അബ്സോർബർ. അതുകൊണ്ട് അത് പുവർ എമിറ്റർ ആയിരിക്കും. ഇനി ബ്രാസ് ടംബ്ലർ ഫീൽസ് മച്ച് കോൾഡർ ദാൻ എ വുഡൻ ട്രേ ഓൺ എ ചില്ലി ഡേ. ഒരു തണുത്ത ദിവസത്തിൽ ഒരു ബ്രാസ് ടംബ്ലറിൽ, നിങ്ങൾക്കറിയാം മെറ്റലിന്റെ എന്തെങ്കിലും വസ്തുക്കളിലൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോൾഡ് ഫീൽ ചെയ്യും. എന്നാൽ അതിനെക്കാട്ടും ഒരു തടിയുടെ കഷ്ണത്തിൽ പിടിച്ച് ഒരു തടി ട്രേയിലൊന്നും പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വരത്തില്ല. അതിന്റെ കാരണം എന്താണ്, ബ്രാസ് എന്ന് പറയുന്ന ഒരു ഗുഡ് കണ്ടക്ടർ ആണ്. ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ. ഇറ്റ് ഈസ് ഹാവിങ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. അതിന് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് അതിന് പെട്ടെന്ന് തന്നെ ഹീറ്റ് ട്രാൻസ്ഫറൻസ് അങ്ങനത്തെ മെറ്റീരിയൽ സംഭവിക്കും. അപ്പൊ എന്ത് പറ്റും, നമ്മളിപ്പോ ഒരു ബ്രാസ് ടംബ്ലറിനെ പിടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നും അത്ര ഈസി ആയിട്ട് അവർ ആ ഹീറ്റിനെ എടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഏത് ഭാഗത്താണ് പിടിക്കുന്നത് അതിന്റെ പെട്ടെന്ന് കുറയുന്നതും നമുക്ക് പെട്ടെന്ന് കോൾഡർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നേരെ മറിച്ച് വുഡ് എന്ന് പറയുന്ന ഒരു പുവർ കണ്ടക്ടർ ആണ്. നമ്മുടെ ശരീരം ഇപ്പൊ നമ്മൾ വുഡിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ചൂടിനെ അത് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യത്തില്ല അതിലേക്ക്. അതുകൊണ്ടാണ് നമുക്ക് അത് അത്രയ്ക്കും ഫീൽ ചെയ്യാത്തത്. ബ്രാസ് ടംബ്ലറിനെ തൊടുന്ന പോലെ ആയിരിക്കില്ല വുഡ് ടംബ്ലറിനെ തൊടുന്ന. ബ്രാസ് ടംബ്ലറിനെ തൊടുമ്പോൾ ഒരു കോൾഡ്നെസ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, an optical pyrometer. It's a pyrometer is for measuring high temperature. Okay, that's calibrated for an ideal black body radiation. Gives too low a value for the temperature of a red hot iron piece in the open, but gives the correct value for the temperature in the same pieces in the furnace. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ പൈറോമീറ്റർ ഇവിടെ ഒരു ഒരു റെഡ് ഹോട്ട് അയൺ പീസ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഓപ്പൺ എൻവയോൺമെന്റിൽ വെക്കുമ്പോൾ അതിന്റെ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിട്ട് കാണിക്കുന്നു. ബട്ട് എന്താണ്, ഈ ഒരു ഫർണസിൽ വെക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കൂടിയ വാല്യൂ കാണിക്കുകയും ചെയ്യുന്നു. അതിന്റെ കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ആ ഒരു എനർജി ഇക്വേഷൻ, അത് എത്രമാത്രം എനർജിയാണത് റിലീസ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് തന്നെ, ഇപ്പം ഇഫ് ഇറ്റ് ഇസ് കെപ്റ്റ് ഇൻ ദ ഓപ്പൺ പ്ലേസ്, അത് ഓപ്പൺ പ്ലേസിലാണെങ്കിൽ അത് വെച്ചിരിക്കുന്നെങ്കിൽ ആ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ എനർജി എത്രമാത്രം എനർജി എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു T⁴ മൈനസ് T⁴ എന്നായിരിക്കും വരിക. ഇവിടുത്തെ T⁴ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ ആണ് T⁴ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ അതൊരു ഫർണസിൽ വെക്കുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് കെപ്റ്റ് ഇൻ ദ ഫർണസ്, അവിടുത്തെ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ഇക്വേഷൻ, റേഡിയേഷൻ എനർജി എന്ന് പറയുന്നത് സിഗ്മ T⁴ ആണ്. അപ്പം ഈ ഇക്വേഷൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലത്ത് ബിക്കോസ് ഓഫ് അത് സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചറും കൂടെ കാരണം ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ എമിഷന്റെ എനർജി കുറവായിരിക്കും.
when compared to furnace. Okay, equation നമുക്ക് explain ചെയ്യാം. Next one, the earth would without its atmosphere would be inhospitably cold. അപ്പൊ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിന്റെ ആബ്സെൻസ് ഇല്ലായിരുന്നു എങ്കിൽ, അത് അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ there will be no greenhouse effect. Greenhouse effect ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ greenhouse effect കാരണം by the gases in the atmosphere, അത് കാരണമാണ് നമ്മുടെ ഹീറ്റ് അറ്റ്മോസ്ഫിയറിൽ ട്രാപ്ഡ് ആവുന്നത്. ഇപ്പം നോ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആവുന്നത് ഹീറ്റ് കാൺ ബി ട്രാപ്ഡ്. ഹീറ്റ് എന്താ പറയുക, ട്രാപ്പ് ചെയ്യത്തില്ല. അപ്പം എന്താണ്, എല്ലാ റേഡിയേഷൻസ് എത്രമാത്രം ഇവിടെ ഉണ്ടോ അത് അത്രയും തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് റേഡിയേറ്റ് ചെയ്ത് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഹീറ്റ് എന്താണ് ട്രാപ്പ് ചെയ്ത്, അതായത് ചൂട് നിലനിൽക്കാതിരിക്കും എന്ന് പറയുമ്പോൾ ഭൂമി എക്സ്ട്രീംലി കോൾഡ് ആയിട്ട് വരും. അപ്പം നമുക്ക് താമസിക്കാൻ പറ്റാതാവും. സോ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അവിടെ ഇല്ലാണ്ടാവും, അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ. ഓക്കെ. നെക്സ്റ്റ് വൺ, heating system based on circulation of steam are more efficient in warming a building than those based on circulation of cold water. അത് സർക്കുലേഷൻ ഓഫ് സ്റ്റീം വെച്ചിട്ടുള്ള ഹീറ്റിംഗ് സിസ്റ്റം ആണ് കുറച്ചും കൂടി ബിൽഡിങ്സിനെ ചൂടാക്കാൻ നല്ലത് ദാൻ ബേസ്ഡ് ഓൺ സർക്കുലേഷൻ ഓഫ് ഹോട്ട് വാട്ടർ. അതിന്റെ കാര്യം എന്താണ്, സ്റ്റീം ഹാസ് മോർ ലാറ്റന്റ് ഹീറ്റ്. നമുക്കറിയാം സ്റ്റീം ഹാസ് മോർ ലാറ്റന്റ് ഹീറ്റ്. അതിന് കൂടുതലും ലാറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി അതെന്ന് പറയുന്നത് സ്റ്റീമിന് കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. അത് കൂടുതലും എനർജി സ്റ്റീമിന് ഈ ഒരു ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. കൂടുതലും ലാറ്റന്റ് ഹീറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അതേ ഫോർ ദ സെയിം റീസൺ ഈ സ്റ്റീംസിൽ നിന്നുണ്ടാകുന്ന ബേൺസ് ആണ് വെള്ളത്തിനെക്കാട്ടിയും കൂടുതലായിട്ട് വരുന്ന ആ ഒരു കാര്യം ഇത് തന്നെയാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, എ ബോഡി കൂൾസ് ഫ്രം 80 degrees Celsius to 50 degrees Celsius in 5 minutes. ഒരു ബോഡി 80 നിന്ന് 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് 5 മിനിറ്റിൽ കൂൾ ആവുകയാണ്. കാൽക്കുലേറ്റ് ദ ടൈം ഇറ്റ് ടേക്സ് ടു കൂൾ ഫ്രം 60 degrees Celsius to 30 degrees Celsius. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സമയം എടുക്കും അത് 60 degrees Celsius നിന്ന് 30 degrees Celsius വരെ ആകാൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്സ് 20 degrees Celsius ആയിട്ട് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ സിമിലർ പ്രോബ്ലം ഓൾറെഡി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറഞ്ഞപ്പോൾ ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. സോ സറൗണ്ടിങ് ടെമ്പറേച്ചറിന് T0 ആണ് എടുക്കുകയാണെങ്കിൽ ദ T0 is given by 20 degrees Celsius. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. ബോഡി കൂൾസ് ഫ്രം 80 degrees Celsius to 50 degrees Celsius എന്ന് പറഞ്ഞാൽ ഈ കേസ് എടുക്കുകയാണെങ്കിൽ 80 നിന്ന് 50 degrees Celsius ആയി. അപ്പം ഈ ഒരു കേസിൽ ബോഡിയുടെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നതായിരിക്കും. ബോഡിയുടെ ആവറേജ് ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന 80 പ്ലസ് ഈ ഒരു പ്രോസസ്സിൽ 80 പ്ലസ് ഇറ്റ് ഹാപ്പൻസ് അറ്റ് ടൈം സ്പാൻ ഓഫ് 5 മിനിറ്റ്സിലാണ് സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു 5 മിനിറ്റിന്റെ അകത്ത് ബോഡിയുടെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ 80 പ്ലസ് 50 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ദാറ്റ് ഇസ് 65 degrees Celsius. ഓക്കെ. ആൻഡ് യു ഹാവ് ദ റേറ്റ് ഓഫ് കൂളിംഗ്. എത്രമാത്രം ആ കൂളിംഗിന്റെ റേറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. dt by dt is equal to minus k delta t. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടാണ്. മൈനസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു എന്താണ് കൂളിങ്ങിന്റെ ആ ഒരു സമയത്തിനനുസരിച്ച് കൂളിംഗ് അത് ആ റേറ്റ് ഓഫ് കൂളിംഗ് കുറയുന്നു എന്നുള്ള കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും അവിടെ എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്. സോ ഇവിടെ dt by dt means change in temperature of the body divided by time is equal to k into delta t. ഓക്കെ, നമ്മൾ നെഗറ്റീവ് സൈൻ ജസ്റ്റ് അതിന്റെ ഫിസിക്കൽ എന്താണ് ഫിസിക്കൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുള്ളൂ. നമുക്ക് അറിയാം എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എടുക്കാതെ കെ ഡെൽറ്റ ടി വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം അപ്രോച്ച് ചെയ്യാം. സോ ഇവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ബോഡിക്ക് ടെമ്പറേച്ചർ എത്ര ചേഞ്ച് ഉണ്ടായി? ബോഡി 80 നിന്നും 50 ഡിഗ്രി ആയി. സോ ബോഡിയിൽ ഉണ്ടായ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് 30 degrees Celsius ആണ്. എന്ന് പറയുന്നത് 5 മിനിറ്റിലാണ് സംഭവിച്ചതെന്ന് കൊടുത്തിട്ടുണ്ട്. കെ എത്രയെന്ന് അറിയില്ല. ആൻഡ് വാട്ട് ഈസ് ദ ഡെൽറ്റ ടി? ഡെൽറ്റ ടി മീൻസ് ഈ ഒരു ആവറേജ് ടെമ്പറേച്ചറിന്റെ അകത്തു നിന്നും സറൗണ്ടിങ് ടെമ്പറേച്ചറിലേക്ക് ഈ 5 മിനിറ്റിൽ സറൗണ്ടിങ് ടെമ്പറേച്ചറുമായിട്ടുള്ള ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ടെമ്പറേച്ചർ ആൻഡ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പം ഈ 5 മിനിറ്റിന്റെ ഇടയിൽ ബോഡിക്ക് ഇത്രയും ചേഞ്ച് വന്നപ്പോൾ ഒരു ആവറേജ് ടെമ്പറേച്ചർ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടു 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ്. സോ അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. 65 - 20
അപ്പോൾ ഇത് ചെയ്യുമ്പോൾ you will get 45. So this is 45. ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എത്രമാത്രം സമയമാണ് 60 to 30 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടത് എന്നുള്ളതാണ്. സോ 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാൻ എത്രമാത്രം സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പം ഈ പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ബോഡിയുടെ ടെമ്പറേച്ചർ നമുക്ക് പറയണമെങ്കിൽ നമ്മളൊരു ആവറേജ് ടെമ്പറേച്ചർ ആയിരിക്കും പറയാം. സോ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഡ്യൂറിങ് ദിസ് ടൈമിൽ നമുക്ക് പറയാം 60 + 30 / 2 കൊടുക്കാം. ദാറ്റ് ഈസ് 45 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്ക് ഇവിടെ വീണ്ടും ഈ ഒരു റേറ്റ് ഓഫ് കൂളിംഗിന്റെ എക്സ്പ്രഷൻ എഴുതാം. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ ദ ടൈം to happen that, and K it is equal to K into difference in temperature of the body and the surroundings. Difference in temperature of body and surrounding. ഇവിടെ നമ്മൾ ഇപ്പൊ ബോഡി ആ ഒരു 5 മിനിറ്റിൽ അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്ന ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ ആയിരിക്കും എടുക്കുന്നത്. കാര്യം ഒരു ടൈം സ്പാനിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എടുക്കാം. ആൻഡ് സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി 60 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള ബോഡി 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നു. സോ 60 - 30 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിച്ച് ഇസ് 30 ഡിവൈഡ് ബൈ ഈ ടൈമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് K ഇൻറ്റു ഇനി ഇത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ആവറേജ് ടെമ്പറേച്ചർ 45, സറൗണ്ടിങ് ടെമ്പറേച്ചർ 20. So this is 25. So K into 25. This is equation number 2. So നമുക്ക് first equation എന്ന് പറയുന്നത് 30/5 is equal to 45 K എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്. ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് K എങ്ങനെ എഴുതാൻ സാധിക്കും? K you can write like 30/5 into 45 എന്ന് എഴുതാം. ഓക്കെ, അത് നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 30/T is equal to 30/5 into 45 into 25. ഓക്കെ, into 25. സോ നമുക്ക് ഈ 25ഉം ഈ 5ഉം കൂടി കളഞ്ഞാൽ ഇവിടെ 5 ആവില്ലേ? നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ യു വിൽ ഗെറ്റ് ഇറ്റ് as 5 into 30 into T is equal to 30 into 45. And then the T solve ചെയ്യാം. That is 30 into 45 divided by 5 into 30, which is equal to 9 minutes. Okay. So 9 minutes എടുക്കും ബോഡിക്ക് 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 ഡിഗ്രി സെൽഷ്യസ് ആവണമെങ്കിൽ, പ്രൊവൈഡഡ് സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററായ തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യും. സോ താങ്ക് യു.